ഹലോ മൈ ഡിയർ പേരൻസ്. ഇന്ന് ആദ്യമേ നിങ്ങൾക്കൊരു വീഡിയോ വന്നിട്ടുണ്ടായിരിക്കും ഓൾറെഡി ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോമിലേക്ക് അയക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് മൊബൈലിലൂടെ ആ ആൻസർ സ്ക്രിപ്റ്റ്സ് എങ്ങനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനെ കുറിച്ചിട്ടാണ്. വളരെ ഒരുപാടധികം നിങ്ങൾക്ക് ചിന്തകൾ ഉണ്ടായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. ഇത് സിമ്പിളായിട്ട് ഞാൻ ഇത് പറഞ്ഞുതരാം. ഒന്നുമില്ല, ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏത് ഫോം ലിങ്കാണ് വരേണ്ടതെന്ന് വന്ന് കാണുമായിരിക്കും. ഓൾറെഡി നിങ്ങൾ ആ ഒരു ഫോം വെച്ചിട്ടായിരിക്കും നിങ്ങൾ ആൻസേഴ്സ് ചെയ്യുന്നത്. ഏറ്റവും താഴെയായിരിക്കും ആ ഒരു ഓപ്ഷൻ ഉള്ളത്. എന്നാലും ഞാൻ ആദ്യം മുതലേ ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇനി ഫോർ എക്സാമ്പിൾ മൊബൈലിൽ ചെയ്യുന്നവർക്ക് ചില സമയത്ത് അവരുടെ അക്കൗണ്ട്സ് 2-ൽ കൂടുതൽ ഗൂഗിൾ അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. മെയിൽ ഐ ഡി അവിടെ കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ടും. അതെന്തായാലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ. ഇവിടെ ക്ലാസ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ക്ലാസ് കൊടുക്കുന്നത് ഇപ്പോൾ 7th 8th കൊടുക്കുന്നു. ഒരു ഡിവിഷൻ കൊടുക്കുന്നു എ എന്ന്. പിന്നെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൊടുക്കുന്നു. ഇവിടെ ഞാനിപ്പോൾ അർജുൻ എന്ന് വല്ലതും ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ദി ആൻസർ സ്ക്രിപ്റ്റ് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ആഡ് ഫയൽ കൊടുക്കുക. അവിടെ അപ്ലോഡ് എന്നൊരു ഓപ്ഷന് തൊട്ട് താഴെ തന്നെ സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ് അത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കും ഏത് സ്ഥലത്ത് നിന്ന് വേണമെന്ന്. സാധാരണ നിങ്ങൾക്ക് ക്യാമറയാണെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ടാണെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അതിലും നല്ലത് ഒരു PDF ഫയലാക്കി തന്നെ ചെയ്യുന്നതായിരിക്കും. ആ PDF ഫയൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് ഒരുപാടധികം ഫയലുകൾ കിട്ടും. മീനിങ് ഫോട്ടോ സ്കാനേഴ്സ് കിട്ടും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോ സ്കാൻ ചെയ്ത് അതായത് തന്നെ പല പേജസ് ആയിരിക്കും. ഇപ്പോൾ ഒരു 7-8 പേജ് കാണും. ആ 7-8 പേജ് നിങ്ങൾക്ക് ഒറ്റൊരു ഫയലാക്കി PDF ആക്കി സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഇത് ഒന്നെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അത് കോപ്പി ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് അയക്കാം. ഇല്ലെങ്കിൽ ഫോണിൽ തന്നെ ഇപ്പോൾ PDF ഫയലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫയൽസ് ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് അതിനകത്ത് സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺസ് കൊടുത്താൽ മതി. കാര്യം നിങ്ങൾ സേവ് ചെയ്യുന്ന ഫസ്റ്റ് ഫയൽ ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് സേവ് എന്ന് പറയുന്ന റീസൺസിൽ പോവുക. നിങ്ങൾക്കറിയായിരിക്കും എവിടെയായിരിക്കും നിങ്ങൾ സേവ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ആ റീസൺസ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് അയക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ എനിക്കൊരു ചെറിയ സംഭവം ഉണ്ടായി, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്, അതൊന്നും കാര്യമാക്കണ്ട. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റീസൺസിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ പലർക്കും പല ഓപ്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഒരു ഫയൽ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് റാൻഡമായിട്ടാണ്. ഇതിന് ആൻസർ ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരികയാണ്. ഇതിപ്പോൾ ഞാൻ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ PDF ഫയലാണ്. ഞാൻ പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ ഒരു ഇമേജ് ഫയൽ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു PDF ഫയൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു അപ്ലോഡ് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ അപ്ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ഫുൾ അപ്ലോഡ് ആകുമ്പോൾ ഓക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓപ്ഷൻ. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫോം സബ്മിറ്റഡ് ആവും. അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാകും ഫയൽ അപ്ലോഡ് ചെയ്യാൻ, എഴുതിയ ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതുവഴി തന്നെ ചെയ്യുക. അല്ലാത്തവർക്കാണെങ്കിൽ സെപ്പറേറ്റ് ഒരു ലിങ്കും കൂടെ കാണും ഇത് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, ഹയർ ക്ലാസ്സുകൾക്ക് അങ്ങനെ സെപ്പറേറ്റ് ലിങ്ക് കൊടുക്കും. കാര്യം അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം. ലോവർ ക്ലാസ്സസിന് ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസും കാണും. ആ ഒബ്ജക്റ്റിൻ്റെ ഏറ്റവും താഴെയായിരിക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഫോട്ടോ തന്നെ പറ്റുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല, ഫോട്ടോ തന്നെ എടുത്ത് ക്ലാരിറ്റിയോടെ അയച്ചു കൊടുത്താൽ മതി ആ ടീച്ചറിന്. അപ്പോൾ ടീച്ചറിന് മനസ്സിലാവും. ഓക്കെ, അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഇമേജ് ആയിട്ട് അയക്കുക. PDF ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇമേജ് തന്നെ ചൂസ് ചെയ്ത് ഇമേജ് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു 10 ഇമേജസ് വരെ അറ്റ് എ ടൈം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഉള്ളി 10 ഇമേജസ്. കാര്യം ഈ ഫോമിൻ്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് 10 ഇമേജിൽ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ഒരു പേപ്പറിലാണ് എഴുതുന്നത്, എല്ലാ പേപ്പറും കൂടെ ഒരുമിച്ച് സ്റ്റാക്ക് ചെയ്ത് വെച്ച് ഒരു ഫോട്ടോ എടുക്കുക. ഇല്ലെങ്കിൽ 2 പേപ്പർ ഒരുമിച്ച് വെച്ച് സ്റ്റാക്ക് ചെയ്ത് ഫോട്ടോ എടുക്കുക. അത് നിങ്ങളുടെ ഉചിതമായിട്ടുള്ളൊരു ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറ്റ്ലീസ്റ്റ് 7 പേപ്പേഴ്സേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 7 ഇമേജസ് ആയിട്ട് ഓരോ പേജും ഓരോ ഇമേജ് ആയിട്ട് അയച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. താങ്ക് യു.